ദേശീയപാതയിൽ ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ സിവിൽ സ്റ്റേഷൻ എതിർവശത്ത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇരുനില കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് പൊളിച്ചു നീക്കി. പ്രസിദ്ധമായ ബാബു സ്റ്റോഴ്സ് കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത്. ഒരു കാലത്ത് ആറ്റിങ്ങൽ പട്ടണത്തിൽ തല ഉയർത്തി നിന്നിരുന്ന പ്രമുഖ തുണിക്കടകളോടൊപ്പം പിടിച്ചു നിന്നിരുന്ന പ്രസിദ്ധമായ സ്ഥാപനമാണ് ബാബു സ്റ്റോഴ്സ്. വ്യാപാര പ്രമുഖനായിരുന്ന മൂന്നുമുക്കൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചിറയൻകീഴ് സ്വദേശി ദാമോദരൻ മുതലാളിയുടേതായിരുന്നു ഈ കെട്ടിടവും ബാബു സ്റ്റോഴ്സും. ദാമോദരൻ മുതലാളിയുടെ മരണത്തെ തുടർന്ന് ബാബു സ്റ്റോഴ്സ് തുണിക്കടയുടെ പ്രവർത്തനം നിലച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ കെട്ടിടത്തിൽ മെഡിക്കൽ സ്റ്റോറും മറ്റൊരു തുണിക്കടയുമൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിലും കാലക്രമേണ അതും നിലച്ചു. ഈ അടുത്ത കാലം വരെ ഈ കെട്ടിടത്തിൽ കമ്പ്യൂട്ടർ സെന്ററും പ്രവർത്തിച്ചിരുന്നു. ഇന്ന് രാവിലെ ഓടുമേഞ്ഞ ഈ കെട്ടിടത്തിന്റെ മുന്നിലുള്ള നടപ്പാതയിലൂടെ നടന്നുപോയവരാണ് കെട്ടിടത്തിന് വിള്ളൽ സംഭവിച്ചത് കാണുന്നത്. ഏത് നിമിഷവും കെട്ടിടം തകർന്നു വീഴും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയും ഫയർഫോഴ്സും പോലീസും സംയുക്തമായി ഇടപെട്ടുകൊണ്ട് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു. കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായി KSEB ഈ ഭാഗത്തെ വൈദ്യുതി പൂർണ്ണമായും ഓഫ് ചെയ്തിരുന്നു. രാവിലെ 8 മണി മുതൽ തന്നെ കൊല്ലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പാലസ് റോഡ് വഴി തിരിച്ചുവിടുകയും ദേശീയപാതയിൽ കൊല്ലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടക്കാതിരിക്കാൻ പോലീസ് നിയന്ത്രണവും ഏർപ്പെടുത്തി. രാവിലെ 10 മണിയോടെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വൈകുന്നേരം 4 മണിയോടെ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കി. തുടർന്ന് 4:30 മണിയോടെ കൊല്ലം ഭാഗത്തേക്ക് ദേശീയപാത വഴിയുള്ള ഗതാഗതവും പുനഃസ്ഥാപിച്ചു. അതോടൊപ്പം വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചു. ആറ്റിങ്ങലിൽ പെട്ടെന്നുണ്ടായ ഗതാഗത ക്രമീകരണം യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു. ആറ്റിങ്ങൽ കടക്കാൻ മണിക്കൂറുകളാണ് വേണ്ടിവന്നത്. ഇതിനിടയിൽ പലരും എന്തുകൊണ്ട് പൊളിച്ചു നീക്കൽ രാത്രിയാക്കിയില്ല എന്ന ചോദ്യവും ഉയർത്തി. എന്നാൽ നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരുമൊക്കെ വന്നുപോകുന്ന ആറ്റിങ്ങൽ ഭാഗത്തെ പ്രധാന ഇടമാണ് ഇവിടം. രാവിലെ ഇതുവഴി കടന്നുപോയവർ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തള്ളി നിൽക്കുന്നതും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്നും മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചപ്പോൾ അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിവേഗം നടപടികൾ പൂർത്തിയാക്കിയത്.